ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ സെക്കൻഡ് സെം FIUGP BComകാരുടെ ഫിസൽ റഹി ചാന്ദിനി എന്ന പോയമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കവിയെക്കുറിച്ച് ആദ്യം കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാം. കവി നാഗാർജുനാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1911-ലും അദ്ദേഹത്തിൻ്റെ മൃത്യു സംഭവിച്ചിരിക്കുന്നത് 1998-ലുമാണ്. അദ്ദേഹം ഒരുപാട് പ്രമുഖമായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിലെ ചിലതാണ് ഭസ്മാങ്കുർ, സത്രംഗെ പംഖോവാലി, ബാബ ബട്ടെ സർനാഥ്. അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള സമ്മാനങ്ങളാണ് സാഹിത്യ അക്കാദമി പുരസ്കാർ, വിശിഷ്ട സാഹിത്യകാർ സമ്മാൻ, ഹിന്ദി സംസ്ഥാൻ ലക്നൗ ദ്വാര. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. അദ്ദേഹം എഴുതിയിരുന്നതാണ് നാഗാർജുൻ, പെന്നേമാണ് നാഗാർജുൻ. അതുപോലെ തന്നെ അദ്ദേഹം മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്ന, ഇംപ്രസ്ഡ് ആയിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആയിരുന്നു, നല്ലൊരു ട്രാവലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മൈഥിലി, അംഗ്രേസി, സംസ്കൃത്, പാലി, അങ്ങനെ പല പല ഭാഷകൾ അദ്ദേഹം പഠിച്ചിട്ടുമുണ്ട്. അതിൽ ഒരുപാട് രചനകൾ രചിച്ചിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിനി പോയത്തിലേക്ക് കിടക്കാം. ഈ പോയം കുറേ പ്രതീകങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയമാണ്, ഒരു ടോപ്പിക്കാണ്. പ്രതീകാത്മകമായിട്ടുള്ള രീതിയിൽ കുറേ അർത്ഥങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചാന്ദിനിയെ കുറിച്ചിട്ടാണെങ്കിലും നിലാവിനെ കുറിച്ചിട്ടാണെങ്കിലും ലൈഫിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പീപ്പൽ കെ പത്തോ പർ ഫിസൽ റഹി ചാന്ദിനി. പീപ്പൽ കെ പത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിൻ്റെ ഇലകളാണ്. അതിൻ്റെ മേലെ ഫിസൽ റഹി ഹെ ചാന്ദിനി, തെന്നി വീഴുകയാണ് ഈ ചാന്ദിനി ചെയ്യുന്നത്. നാലിയോ കെ ഭീഗെ ഹുവെ പേട്ട് പർ പാസ് ഹി ജം റഹി ഗുൽ റഹി പിഗൽ റഹി ചാന്ദിനി. നാലി എന്ന് വെച്ചാൽ ഗട്ടറുകളാണ്. ഗട്ടറിൻ്റെ ഭീഗെ എന്ന് വെച്ചാൽ നനഞ്ഞു കിടക്കുന്ന വയറുകളിൽ, പേട്ട് എന്ന് വെച്ചാൽ സ്റ്റൊമക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അഴുക്ക് ചാലുകളിൽ, വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ അഴുക്ക് ചാലിൽ അതിൻ്റെ അടുത്തു കൂടെയാണ് ഈ ചാന്ദിനി പോകുന്നത്. ജം രഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രീസ് ആവുകയാണ് ചെയ്യുന്നത്, ജംന എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗുൽ രഹി എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പിഗൽ രഹി എന്ന് പറഞ്ഞാൽ ഉരുകുകയാണ് ചാന്ദിനി. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചാന്ദിനി. പിച്വാടെ ബോത്തലോ കെ ടുക്കടോപ്പർ. പിച്വാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകുവശത്താണ്, വീട്ടിൻ്റെ പുറകുവശമായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിച്വാടെ ബോത്തൽ കെ ടുക്കടോപ്പർ ചമക് രഹി ദമക് രഹി മച്ചൽ രഹി ചാന്ദിനി. അപ്പോൾ ബോത്തൽ കെ തുക്കട എന്ന് പറഞ്ഞാൽ ബോട്ടൽസിൻ്റെ കഷ്ണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കഷ്ണങ്ങളിൽ പോലും തിളങ്ങുകയാണ്. ചമക് രഹി ദമക് രഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളക്കമാണ് ഉദ്ദേശിക്കുന്നത്. മച്ചൽ രഹി ചാന്ദിനി, ഇങ്ങനെ ഓടി ചാടി കളിച്ചിട്ടാണ് ചാന്ദിനി പോകുന്നത്. ദൂർ ഉധർ ബുർജോ പർ ഉച്ചൽ രഹി ചാന്ദിനി. ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ എന്നാണ് അർത്ഥം. അവിടെ ബുർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപുരങ്ങളാണ്, ടവർ അല്ലെങ്കിൽ മിനാറുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ മേലെയും ഉച്ചൽ രഹി ചാന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കയറുകയാണ് ചാന്ദിനി ചെയ്യുന്നത്. ആങ്കൻമേ, ആങ്കൻ പറഞ്ഞാൽ മുറ്റം, കോട്ടിയാടിൽ. ധൂബോ പർ ഗിർപടി. ധൂബ് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസാണ്, പുല്ലുകൾ, സാധാ ചെറിയ പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളിലേക്ക് വീണ് കിടക്കുകയാണ് ചാന്ദിനി. അബ് മഗർ കിസ് കദർ സംഭൽ രഹി ചാന്ദിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ ആ ചാന്ദിനി എന്താ ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കിസ് കദർ സംഭൽ രഹി ചാന്ദിനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ട് ബാലൻസ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിച്വാടെ ബോത്തലോ കെ ടുക്കടോപ്പർ, പുറകുവശത്ത് ബോട്ടലിൻ്റെ കഷ്ണങ്ങളുടെ മേലെ നാച്ച് രഹി കൂത് രഹി ഉച്ചൽ രഹി. നാച്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുക, കൂദ്ന എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുക, അതേപോലെ ഉച്ചൽ രഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജമ്പ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. വോ ദേഖോ സാമനെ പീപ്പൽ കെ പത്തോ പർ ഫിസൽ രഹി ചാന്ദിനി. അതാ നോക്കും, മുൻപിൽ ആലിൻ്റെ ഇലകളിൽ തെന്നി വീഴുകയാണ് ചാന്ദിനി എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഈ ചാന്ദിനിയുടെ മാധ്യമത്തിലൂടെ നമുക്ക് പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലുള്ള അർത്ഥമാണ് ചാന്ദിനിക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ ജീവിതത്തിനെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ജീവിതം ഒരിക്കലും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഗതിശീലമായിട്ടുള്ള രീതിയിൽ ജീവിതം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാം നമ്മൾ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ എന്നാണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ജീവിതം ജീവിക്കുക എന്ന ആ ഒരു യാത്ര ഒരിക്കലും നിൽക്കുന്നില്ല. അതിലൂടെ തന്നെ നമ്മൾക്ക് സാഡ്നെസ്സും ഉണ്ടാവും, ഹാപ്പിനെസ്സും ഉണ്ടാവും. ഇത് രണ്ടും ഒപ്പം ബാലൻസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിതം ജീവിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ ചാന്ദിനിയുടെ മാധ്യമത്തിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാവും, പലതരത്തിലുള്ള
ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ എന്നാലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ജീവിതത്തിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ചാന്ദിനിയുടെ എക്സാമ്പിൾ തന്നിട്ട് കവി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയിൽ പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്